ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ട്വിൻ സ്റ്റാർസിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യൽ. തിരക്ക് കാരണമാണ് കേട്ടോ, എഡിറ്റ് ചെയ്യാനുള്ളൊരു തിരക്ക്, അല്ല സമയം കിട്ടുന്നില്ല. പിന്നെ നമുക്കൊരു നല്ലൊരു മൂഡ് വന്നാൽ മാത്രമല്ല എഡിറ്റിങ്ങിനെല്ലാം ഇരിക്കാനും പറ്റുമല്ലോ. ആ ഒരു മൂഡ് വരണമെങ്കിൽ വലിയ പണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലേറ്റായത്. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ കുട്ടികൾ ഇതാ രാവിലെ തന്നെ വരുന്നുണ്ട്, കുളിച്ച് റെഡിയായി, പിന്നെ പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്നു. ഇതാ മുട്ടായിയെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നതാണ് കേട്ടോ. പിള്ളേർ 4 ആളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് വിഷ് ചെയ്യുകയാണ്. ഞാൻ പിന്നെ രാവിലെ വിഷ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ പുതിയ ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായമെല്ലാം പറയുവാണ് കേട്ടോ. നമ്മൾ പോയിട്ട് വാങ്ങിച്ചു തന്നെയാണ്, ഞാനും ഏട്ടമ്മയും കുട്ടാപ്പിമാളും നമ്മൾ 4 ആളും കൂടെ പോയിട്ടാണ് ബർത്ത്ഡേൻ്റെ ഡ്രസ്സെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവർ ചുഴലി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നതാണ്. രാവിലെയെല്ലാം നല്ല മഴയുണ്ടായിന് ആ സമയത്ത്. പിന്നെ ഇവർ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും 4 ആളും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മൾ ആരും പിന്നെ പോയിട്ടില്ല കേട്ടോ. പിന്നെ ഇവർ 4 ആളും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അമ്പലത്തിലെല്ലാം പോയി വന്ന് പിന്നെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ വീട്ടിലേക്ക് വന്ന സമയത്താണ് ഞാൻ ഗിഫ്റ്റ് എടുത്തു കൊടുത്തത്. അങ്ങനെ നന്ദൂട്ടിയും ദേവൂട്ടിയും കൂടി ഇതാ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സാണ് കേട്ടോ ഞാൻ കൊടുത്തത്. അപ്പോൾ രണ്ടാക്കും ഓരോ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പാടന്നെ ഞാനത് അവരെ കൊണ്ട് ഇടിയിപ്പിച്ചു കേട്ടോ. രണ്ടാക്കും കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിനെ, പക്ഷെ അന്നേരമാണ് കൊടുത്തത്. പിന്നെ എന്നിട്ട് ഇതാ നമ്മൾ എവിടെയാണ് പോകുന്നത്, നമ്മൾ എവിടെയാണ് പോകുന്നത്, കക്കിരി പറിക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. കക്കിരി പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്മ കക്കിരിയും മത്തനും അതെല്ലാം നട്ടിട്ടുണ്ടായിനെ. കുറച്ചങ്ങോട്ട് പോകാനുണ്ട്, അതുകൊണ്ട് കാർ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ എല്ലാവരും പോയിട്ട് പറിച്ചിട്ട് വരലുണ്ട് കേട്ടോ. അമ്മയും ഏട്ടമ്മയും പിന്നെ പ്രതിയാട്ടനും പിള്ളേരും എല്ലാം പോലുണ്ടായിന്. ഞാൻ ഇതുവരെ അങ്ങോട്ടേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. വണ്ടി നിർത്തിയിട്ട് നമുക്ക് കുറച്ചങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി പോകാനുണ്ട്. അപ്പം നടന്നിട്ട് പോകാനാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. പിന്നെ പ്രതിയാട്ടനില്ലതുകൊണ്ട് വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും വരുന്നു, ഞാനിതുവരെ അവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ. ഞായറാഴ്ചയായിരുന്നു ഇവരെ ബർത്ത്ഡേ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. തിരക്കും കാര്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ വീട്ടിലെ പണി കഴിഞ്ഞിട്ടൊന്നല്ല കേട്ടോ പോകുന്നത്. വീട്ടിലെ പണികളെല്ലാം ബാക്കിയുണ്ട്. ചോറും കറിയെല്ലാം പകുതി സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ബാക്കി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ വരുന്നില്ല എന്നെല്ലാം പറഞ്ഞിനി. പിന്നെ പ്രതിയാട്ടനോട് എന്നാൽ പിന്നെ വന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോവുകയാണ്. വണ്ടിയെല്ലാം ഇതാ പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ദേവൂട്ടീൻ്റെ കളിക്കുന്ന ഫോണെല്ലാം എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ഇതാ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകാനുണ്ട് കേട്ടോ. കുറച്ചങ്ങോട്ട് കയറി പോകാനുണ്ട്. അപ്പോൾ പണ്ട് ഇവിടെ റബ്ബറാണ് ഉണ്ടായിന്. അപ്പോൾ ആ റബ്ബറെല്ലാം മുറിച്ചിട്ട് ഇപ്പോൾ അവിടെ മാവും തൈ വെച്ചിട്ടായിരുന്നത്. മാവും തൈ എന്ന് പറഞ്ഞാൽ കശുമാവില്ലേ അത്. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ആണ്. ഫോട്ടോസെല്ലാം എടുക്കാൻ നല്ല ഭംഗിയുണ്ടാവേ. ഇങ്ങനെ നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ നമ്മളെന്തായാലും അവിടെ എത്തിയിട്ട് എല്ലാവരും മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് കക്കിരി പറിക്കാൻ വേണ്ടിയിട്ട്. കക്കിരിയും മത്തരും. അപ്പോൾ എനിക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. പൊതുവേ പേടിയാണ്, പാമ്പുണ്ടാവുമോ എന്നെല്ലാം വിചാരിച്ചിട്ട്. പിന്നെ പാമ്പ് കടി ഒരു പ്രാവശ്യം കിട്ടിയത് കൊണ്ട് കുറച്ചും കൂടെ നല്ലോണം പേടിയാണ്. അപ്പോൾ ഇവരെല്ലാവരും വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കയറാൻ വേണ്ടി പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ കാലിനും കുറച്ച് പ്രശ്നമുള്ള കാല് ജോയിൻ്റ് പണ്ട് ഇളകിയതുകൊണ്ട് എനിക്ക് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ കയറാനെല്ലാം പേടിയാണ്. കയറുമ്പം പെട്ടെന്ന് കാല് തെറ്റിപ്പോയാൽ വീണ്ടും പണി കിട്ടും. അതുകൊണ്ട് ഞാനിങ്ങനെ കയറാണ്ട് താഴെ നിന്നിട്ട് ഇവർ തരുന്ന കക്കിരിയെല്ലാം വാങ്ങി ഞാൻ താഴെ വെച്ചു. പിന്നെ ഇവരെ വീഡിയോ എല്ലാം എടുത്തിട്ട് ഞാനിങ്ങനെ താഴെ നിൽക്കുക. എന്നിട്ട് അപ്പോൾ കക്കിരി പറിച്ച് ഇങ്ങനെ പാസ് ചെയ്ത് തരുന്നുണ്ട്. ഞാനത് വാങ്ങിയിട്ട് ഇങ്ങനെ താഴെയും വെക്കും കേട്ടോ. അതായിരുന്നു എൻ്റെ പണി. ബാക്കി ഇവരെല്ലാവരും മുകളിലോട്ട് കയറിയിട്ട് കക്കിരി പറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ലാസ്റ്റ് ആയി കേട്ടോ. നമുക്ക് കുറേ കക്കിരിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഏകദേശം ലാസ്റ്റ് ഘട്ടമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നല്ല കുറച്ച് അത്യാവശ്യം മൂത്ത കക്കിരി അങ്ങനത്തെ എല്ലാം ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഇങ്ങനെ പറിച്ച് അവിടെ നമ്മൾ ചാക്കിൽ കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ അവസാനം ഞാനും ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. കുട്ടാപ്പി എന്നെ പിടിച്ച് മുകളിലേക്ക് കയറ്റി.
അധികം കാടില്ലാത്ത ഭാഗത്തേക്ക് കൂടി ഞാനും കയറിയിട്ട് ഇതാ കക്കരിയെല്ലാം പറിച്ചിട്ട് വരുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഇതാ നമ്മളെ പെൺപടകൾ മൂന്നാളും കൂടെ വരി വരിയായിട്ട് എങ്ങോട്ടേക്കോ പോകുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടേക്കോ അല്ല, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഒരു കുന്ന് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവർ ആ കുന്നിലേക്ക് കയറി കയറി പോവുകയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ സൂം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ദൂരെയാണ് കണ്ട. പിന്നെ അങ്ങ് മുകളിൽ കയറി അവർ നിൽക്കുന്നുണ്ട്. പക്ഷേ വീഡിയോൻ്റെ അകത്ത് അത് കാണുന്നില്ല കേട്ടോ. നല്ല രസമുണ്ട് അവിടെയെല്ലാം പോയിട്ട് ഫോട്ടോ എടുത്താൽ. പക്ഷേ ഞാൻ കയറാൻ പോയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ താഴെ നിന്ന് അവരെ വീഡിയോ എടുത്തു. ഇവർ മൂന്നാളും മാത്രമേ പോയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ പാപ്പനും മോനും ഇവിടെ അരിച്ച് പെറുക്കുവാണ്. എവിടെയെങ്കിലും കക്കിരിയോ മത്തനോ ഒഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കലാന്ന് കേട്ടോ. നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവർ നിഴൽ പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല അവർ നടക്കുന്നത്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് കുന്നിറങ്ങി താഴേക്ക് വരാനുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇതാ നമുക്കിത് ഇത്രയും കക്കിരിയും പിന്നെ മത്തനും കിട്ടിയിട്ടുണ്ട്. ഒരു 3 മത്തനും ബാക്കി കക്കിരിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ വേഗം ചാക്കിലേക്കെല്ലാം മാറ്റാൻ നോക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിത് അവരെ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ വേണ്ടിയിട്ട് അവരെ അടുത്തേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ. പക്ഷേ കുന്നൊന്നും കയറിയിട്ട് എനിക്ക് പോകാനാവില്ല. ഞാൻ ജസ്റ്റ് ആ കുന്നിൻ്റെ താഴേക്ക് മാത്രം നടക്കുന്നതാണേ. അപ്പോഴത്തേക്കും ഇതാ 3 ആളും ഇറങ്ങി വന്നിട്ടുണ്ട്. പാപ്പനും മോനും കൂടെ അവിടെ കിട്ടിയ നമ്മളെ സാധനങ്ങളെല്ലാം ഇതാ ചാക്കിലാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എണ്ണയും കൂടി അടിക്കാൻ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ വളക്കയിൽ പോയി എണ്ണ അടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. അപ്പോൾ എന്താണ് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ അവരെ ബർത്ത്ഡേ ദിവസം. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ലാസ്റ്റ് ഒന്നും കൂടെ കയറിയിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ച് പെറുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒന്നാമത് ഭയങ്കര കാടായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കാണൂല കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് പോയിട്ട് ഒന്നും കൂടെ നോക്കിയാലും പിന്നെയും ഇങ്ങനെ കക്കിരി കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ഇല്ലത് മൊത്തം തപ്പി പറിച്ചിട്ട് നമ്മളിത് ആ ചാക്കിലെല്ലാം ആക്കിയിട്ട് പിന്നെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ പിള്ളേരപ്പുരം വന്ന് കുറേ സമയം ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞ് നിന്ന് ഫോട്ടോ എല്ലാം എടുത്തു. നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു ആടുന്ന്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നല്ല പച്ചപ്പെല്ലായിട്ട് നല്ല രസമുണ്ടായിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം പോകുന്ന വഴിയിൽ നമുക്ക് കേക്ക് എടുക്കാനുണ്ട്. ഇവരെ ബർത്ത്ഡേ കേക്ക് നമ്മൾ പിന്നെ നമുക്ക് ഇപ്പം സ്ഥിരമായിട്ട് നമ്മളെ നാട്ടിലുള്ള ചേച്ചി രമ്യേച്ചിയാണ് കേട്ടോ ഇവരെ ബർത്ത്ഡേ കേക്ക് ആക്കൽ. അപ്പോൾ ഇപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് പുതിയ താമസക്കാരുണ്ട്. അപ്പോൾ അവരെ വകയും കൂടെ ഒരു കേക്ക് പിന്നെ അവർ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിന്. അങ്ങനെ അപ്പോൾ അവരെല്ലാം പൈസ കൊടുത്ത് സെറ്റാക്കിയിട്ട് എന്നോട് പോകുമ്പോൾ അത് ബേക്കറിയിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മൾ വരുമ്പോൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എണ്ണയും അടിച്ച് നേരെ ബേക്കറിയിലും പോയി ഇതാ കേക്കും എടുത്തിട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ എന്താണ് ഇവർക്കൊരു ഓരോ ഗിഫ്റ്റും കൂടെ വാങ്ങാനുണ്ടായിനെ. ആ ഗിഫ്റ്റ് പ്രതീക്ഷേട്ടൻ്റെ അനിഷേൻ്റെയും വകയാണ് കേട്ടോ, പിള്ളേരുടെ വകയും. അതായത് പിന്നെ ഇവരെ പാപ്പൻ്റെ വക. അങ്ങനെ അതും വാങ്ങി നമ്മളിതാ പോവുകയാണ്. അപ്പോഴത്തേക്ക് നല്ല മഴയെല്ലാം പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെന്താണ് കേക്കെല്ലാം മേടിച്ച് പിന്നെ വീട്ടിലേക്ക് എത്തി. എന്നിട്ടാകുമ്പോൾ ഇതാ അവർക്ക് ആ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അവർ കണ്ടിട്ടുണ്ടായിട്ടില്ല. പിന്നെ അവിടെ എത്തിയപ്പാട് ഞാനിതാ പാപ്പൻ്റെയും മേമേൻ്റെയും ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തു. അപ്പോൾ ചോക്ലേറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഡയറി മിൽക്ക്, രണ്ടാൾക്കും ഓരോ ഡയറി മിൽക്കാണ് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അവരവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ കുറേ വീഡിയോ കോൾ ചെയ്ത് നോക്കിന് കേട്ടോ. അവരെ കാണിച്ചുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പാപ്പനെയും മേമേനെല്ലാം വീഡിയോ കോൾ ചെയ്താലും കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ എന്തായാലും അവർ ഓപ്പൺ ചെയ്ത് അത് പൊട്ടിച്ച് ഇത് അവിടെ നിന്ന് തന്നെ വീതം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എനക്കും കിട്ടിയ ഒരു പീസ് ചോക്ലേറ്റ് ഒന്ന് പ്രതിയായിട്ടും കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ പോവാണെന്ന് പറയാണ്. അങ്ങനെ ഇതാ അവരെ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവരെന്തായാലും അപ്പുറത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പം ബാക്കി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകുന്നേരം കേക്ക് കട്ടിങ് ഉണ്ട്, പിന്നെ അടുത്തുമ്പോൾ പായസം വെക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മളെ കേക്കെല്ലാം എത്തി. അപ്പോൾ ഇതാണ് നമ്മളെ ബർത്ത്ഡേ സ്പെഷ്യൽ കേക്ക്. ഇത് മറ്റേ നട്ടി ബബിളാണ് കേട്ടോ. നമ്മൾ നട്ടി ബബിൾ മതി എന്ന് പറഞ്ഞിട്ടാണ്. നല്ല രസമാണ് ആ കേക്ക്. ഒരുപാട് നട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ ഇതാ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടീംസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ഇതാ ഇവർ നിന്ന് കേക്കെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഏട്ടനെല്ലാം വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന വെച്ചാൽ മൊത്തത്തിൽ എന്തെല്ലോ ഫുള്ള് ഒച്ചപ്പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഹാപ്പി ബർത്ത്ഡേ പാടുന്നെല്ലാം ഉണ്ട് എല്ലാവരും. പക്ഷേ ഞാനതെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുവാണ്. അങ്ങനെ ഇതാ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കുക എന്നിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വന്നു, എത്ര പെട്ടെന്നാണ് പിള്ളേരെല്ലാം വളരുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പം ഇവർക്ക് 3 വയസ്സാണ് കേട്ടോ. അപ്പം
ഞാൻ ഇവരെ കൂടെ കളിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പോഴും അത്യാവശ്യം കളിക്കലെല്ലാം ഉണ്ട് പിള്ളേരുടെ കൂടെ. എന്നാലും പിന്നെ എത്ര പെട്ടെന്ന് പിള്ളേർ വലുതാവുന്നതെന്ന് ഞാൻ വിചാരിക്കും. അന്നേരം ഇവർ അംഗൻവാടിയിലായിരുന്നു. ഇപ്പോൾ ഇവർ +1 എത്തിയിട്ടാണ്. ഇപ്പോൾ കേക്ക് മുറിച്ചിട്ട് ഇതാ ഫോണിലേക്ക് കൂടി അച്ഛന് കേക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കേക്കെല്ലാം ഷെയർ ചെയ്തു. അങ്ങനെ ആ കേക്ക് കട്ടിങ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാർ, അപ്പോൾ അവർ ഒരു കേക്കും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നവരാണ് കേട്ടോ നമ്മളെ പുതിയ അയൽവാസികൾ. അപ്പോൾ അവരൊരു കേക്ക് കൊണ്ടുവന്നിട്ട് വേഗം പിന്നെ അതും കട്ട് ചെയ്തിട്ട് ഇതാ എല്ലാവർക്കും കൊടുക്കുവാണ്. അങ്ങനെ പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ അടുത്തുമ്പോൾ പായസം വെച്ചിട്ടുണ്ടായിന് കേട്ടോ, നല്ല സേമിയ പായസം വെച്ചിട്ടുണ്ടായിന്. എല്ലാവർക്കും അതുമെല്ലാം കൊടുത്ത് പിന്നെ ഞാനും ഇതാ നല്ല ചൂടോടുകൂടി ഒരു ഗ്ലാസ് പായസം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ, ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.